മയിലമ്മയെ ഓർക്കുന്നുണ്ടോ? കൊക്കക്കോള വിരുദ്ധ സമരത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന വനിത, ശരിയാണല്ലോ. അവർ പിന്നെ എന്തോ വിവാദമൊക്കെ ആയിട്ട് മരിച്ചു പോയില്ലേ? ഇപ്പം ഇല്ലല്ലോ. 2010 നൊസ്റ്റാൾജിയ മാഗസിൻ എഡിറ്റ് ചെയ്യുന്ന കാലം. അന്ന് അവിടെ സീനിയർ സബ് എഡിറ്ററായിരുന്ന പ്രതീഷ് ടി മണി നമുക്ക് മൈലമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ച ആൻറ്റി ക്ലൈമാക്സിനെ കുറിച്ച് ഒരു സ്റ്റോറി ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ, അക്കാലത്ത് ഒരു 3 ന്യൂസ് പേപ്പറെങ്കിലും ദിവസവും അരച്ച് കലക്കി കുടിക്കുകയും ഇൻഡെപ്ത് സ്റ്റോറീസ് വരുന്ന 3-4 ന്യൂസ് വെഹിക്കിളുകളിൽ ഉണ്ണുകയും ഉറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ പ്രതികരണം അങ്ങനെയായിരുന്നെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നു. ഈ നേരത്തിപ്പോൾ അതൊക്കെ ഓർമ്മിക്കാൻ എന്താ കാരണമെന്നോ? 2010 മെയ് മാസത്തിലെ നൊസ്റ്റാൾജിയ മാഗസിൻ ഇന്ന് അടുക്കിപ്പെറുക്കലിൻ്റെ ഭാഗമായിട്ട് എൻ്റെ കയ്യിൽ വന്നു പെട്ടു. അതിൽ പ്രതീഷ് ടി മണി മൈലമ്മയുടെ ആത്മകഥ അത് പകർത്തി എഴുതിയ ജ്യോതിബായി പരിയാടൻ അവരെ കണ്ടിട്ട് ജ്യോതിബായി പരിയാടത്തിനെ കണ്ടിട്ട് എഴുതിയൊരു ലേഖനമുണ്ട്. ആത്മകഥയിൽ ഇല്ലാത്ത സത്യങ്ങൾ, വിശദമായ ലേഖനമാണ്. അത് പിന്നെയും വായിക്കുകയായിരുന്നു. വായിച്ചപ്പോൾ ഇതൊക്കെ നമ്മൾ മറക്കരുത് എന്നൊരു ഓർമ്മ വന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അതേക്കുറിച്ച് വീണ്ടും പറയുന്നത്. അതന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ ജ്യോതിബായി പ്രതീക്ഷിനോട് പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്ന് വായിക്കട്ടെ. കൊക്കക്കോള വിരുദ്ധ സമരം തുടങ്ങി 2.5 വർഷത്തിന് ശേഷമാണ് ഞാൻ മൈലമ്മയുടെ ആത്മകഥ തയ്യാറാക്കുന്നത്. ഇന്നും ഓർക്കുന്നു. 2005 ജൂലൈ 1 ആദ്യം ചെന്നത് ഫാക്ടറിക്ക് മുന്നിലുള്ള സമരപ്പന്തലിലേക്കാണ്. അപ്പോൾ മൈലമ്മ എവിടെയില്ല. അന്വേഷിച്ചപ്പോൾ വീട്ടിലേക്ക് പോയതാണെന്നറിഞ്ഞു. ചേലക്കോടൻ ഷാജി എന്ന സമര നേതാവാണ് മൈലമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. മൈലമ്മയുടെ പുസ്തകം എഴുതാൻ എത്തിയതാണെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഒട്ടും താല്പര്യം കാണിച്ചില്ല. എന്ത് വാർത്ത വന്നിട്ട് എന്താണ്, ഞങ്ങൾക്ക് തണ്ണിയില്ല. മൈലമ്മ എന്നോട് ആദ്യം പറഞ്ഞ വാക്കുകൾ അതായിരുന്നു. ആ സമയത്തൊക്കെ തന്നെ സമരക്കാരിൽ ഒരു വിഭാഗത്തിന് ചെറിയ മടുപ്പുണ്ടായി തുടങ്ങിയിരുന്നു എന്നെനിക്ക് തോന്നുന്നുണ്ട്. സമരപ്പന്തലിൽ ഞാൻ ചെല്ലുമ്പോൾ ആകെ 3-4 സ്ത്രീകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. വിശേഷ ദിവസങ്ങളിലല്ലാതെ ഏതെങ്കിലും പ്രകടനമോ പ്രതിഷേധ യോഗമോ പ്രമുഖ വ്യക്തികൾ സമരപ്പന്തൽ സന്ദർശിക്കുമ്പോഴോ ഞാൻ ചെന്ന ദിവസങ്ങളിലൊന്നും പുരുഷന്മാരെ പന്തലിൽ കണ്ടിട്ടില്ല. നല്ല സമരം അല്ലേ? അപ്പോൾ അങ്ങനെ ഇവരെ കണ്ടു, അവരുടെ ജീവിതം കേട്ടു, ഇത് എഴുതണു. അപ്പോൾ ഉണ്ടല്ലോ 2006 ഇനി കഥ ജമ്പ് ചെയ്യാം നമുക്ക്. വലിയ ലേഖനമാണ്. അപ്പോൾ അതിൻ്റെ അടുത്തത് 2006 ജനുവരി 1 പുസ്തകത്തിൻ്റെ പ്രകാശ ചടങ്ങ് വെച്ചിരുന്നത്. അതിന് ക്ഷണിക്കാനും ഒരു കോപ്പി നൽകാനുമായി ഞാൻ പ്ലാച്ചിമടയിലെത്തി. സമരപ്പന്തലിലെത്തുമ്പോൾ മൈലമ്മയില്ല. മൈലാത്ത എവിടെ? അവിടെ ഇരുന്ന സ്ത്രീകളോട് ചോദിച്ചു. വളരെ തണുത്ത പ്രതികരണമായിരുന്നു അവരുടേത്. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അസുഖകരമായ ഈ പ്രതികരണം എന്തുകൊണ്ടാവുമെന്ന് ചിന്തിച്ച് ഞാൻ മൈലമ്മയുടെ വീട്ടിലെത്തി. ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന മൈലമ്മയെയാണ് ഞാൻ കണ്ടത്. വല്ലാത്ത നിരാശയോടെയുള്ള സംസാരം. ഒരിക്കലും മൈലമ്മ അങ്ങനെ ആയിരുന്നില്ല. പുസ്തകത്തിൻ്റെ പ്രകാശനമാണെന്നും വരണമെന്നും പറഞ്ഞപ്പോൾ മൈലമ്മ പൊട്ടിത്തെറിച്ചു. എന്തിനാ പുസ്തകം? ഒന്നും വേണ്ട, ഞാൻ ഒന്നിനും വരുന്നുമില്ല. അത് പറ്റില്ല, മൈലമ്മ വന്നേ പറ്റൂ. ഞാൻ ഒരുപാട് നിർബന്ധിച്ച ശേഷമാണ് മൈലമ്മ വരാമെന്ന് സമ്മതിച്ചത്. എന്തുകൊണ്ടാവാം അങ്ങനെ മൈലമ്മ സ്വയം മുന്നിട്ടിറങ്ങി തൻ്റെ ജീവൻ പോലും പണയം വെച്ച് ഇത്ര വലിയൊരു സമരത്തിലേക്ക് വന്ന മൈലമ്മ അങ്ങനെ പ്രതികരിച്ചതെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അവിടെയാണ് മൈലമ്മയെപ്പോലെയുള്ള മൈലമ്മയുടെ ഇതൊരു ഒറ്റപ്പെട്ട കഥയല്ല. ഇത് മിക്കടത്ത് ഉണ്ടാവുന്ന ഒരു കഥയാണ്. നമ്മൾ ജീവൻ പണയം വെച്ച് ആത്മാർത്ഥമായിട്ട് മുന്നിൽ വരുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് പിന്നിൽ നിന്ന് കുത്തുന്ന ഒരുപാട് സംഭവങ്ങളുടെ അതിലെ ഒരു കഥ മാത്രമാണ് മൈലമ്മയ്ക്ക് സംഭവിച്ചത്. എങ്ങനെയാണ് മൈലമ്മ അവിടെ ഒറ്റപ്പെട്ടു പോയത്? ഇതൊക്കെയാണ് ഈ ലേഖനത്തിൽ എഴുതിയിട്ടുള്ളത്. അപ്പം അതിനകത്ത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്ന് വിചാരിക്കും. പക്ഷെ സത്യമാണ്. ഇനി ഞാൻ പറയാം. മൈലമ്മയെ കാണാൻ ചെന്ന ഒരു ദിവസം എൻ്റെ കാരണമാണ് സമരപ്പന്തലിലെ സ്ത്രീകൾക്ക് ഉടുക്കാൻ നല്ല സാരി ഒന്നുമില്ലെന്ന് പറഞ്ഞു. സമരത്തിനായി പല സ്ഥലത്തും പോകുന്നത് പിഞ്ചിപ്പോയ സാരിയും ഉടുത്താണ്. ജോലിയൊന്നുമില്ലാത്ത അവസ്ഥയായതിനാൽ പുതിയ സാരിയും വസ്ത്രവും വാങ്ങാനും സാധിക്കുന്നില്ല. എനിക്കത് കേട്ടപ്പോൾ നമ്മുടെ ജ്യോതിബായിക്ക് നിരാശ തോന്നി. അവരെ സഹായിക്കണമെന്ന് തോന്നി. പാലക്കാട്ടെ എൻ്റെ പരിചയക്കാരോട് പറഞ്ഞാൽ കുറച്ച് സാരി സംഘടിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെ അവരെന്താ ചെയ്തേ? അപ്പോൾ പാലക്കാട്ടെ NJ നായർ ചാരിറ്റബിൾ സൊസൈറ്റി സാരികൾ വാങ്ങി നൽകാൻ തയ്യാറായി. അങ്ങനെ 30 സാരി വാങ്ങി. പ്ലാച്ചിമട സമരപ്പന്തലിൽ വെച്ച് ഒരു ചടങ്ങ് നടത്തി സാരി വിതരണം ചെയ്യാനായി ട്രസ്റ്റ് അധികൃതർക്ക് താല്പര്യമായി. ഞങ്ങൾ രാവിലെ പ്ലാച്ചിമടയിൽ സാരിയുമായി എത്തി. സമരക്കാരെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന സന്തോഷം. പക്ഷെ അന്ന് സമരപ്പന്തലിൽ മറ്റാരിലും ആ സന്തോഷം കണ്ടില്ല. എല്ലാവർക്കും എന്തോ ഒരു അകൽച്ച പോലെ.
മൈലമ്മയ്ക്കാണ് സാരി കൈമാറിയത്. പിന്നീട് ഒരിക്കൽ കണ്ടപ്പോൾ സാരിയൊക്കെ എല്ലാവർക്കും കൊടുത്തോ എന്ന് മൈലമ്മയോട് ചോദിച്ചു. കൊടുത്തില്ല. മൈലമ്മ സങ്കടത്തോടെ പറഞ്ഞു. എന്തുപറ്റി? അങ്ങനെ സാരി കിട്ടിയതിൽ ചില നേതാക്കന്മാർക്ക് എതിർപ്പായിരുന്നത്രേ. അങ്ങനെ ആ സാരി സമരപന്തലിൽ തന്നെ ഇരുന്നു. പിന്നീട് എപ്പോഴോ അതിൽ നിന്ന് 2 സാരി കാണാതെയായി. ആ മോഷണ കുറ്റവും മൈലമ്മയുടെ തലയിൽ ആരോപിച്ചു. ആ സംഭവം മൈലമ്മയെ വല്ലാതെ തളർത്തി. അവർ വല്ലാത്ത സെൻസിറ്റീവായിരുന്നു. അതായിരുന്നു മൈലമ്മയുടെ ഒരേ ഒരു പോരായ്മ. ആദിവാസി സ്ത്രീ ആയിരുന്നെങ്കിലും അവർക്ക് നല്ല നേതൃഗുണമുണ്ടായിരുന്നു. നന്നായി സംസാരിക്കാനും അറിയാമായിരുന്നു. അങ്ങനെയാണ് അവർ സമരത്തിൻ്റെ നേതൃനിരയിലേക്ക് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു കൂട്ടർ അവരെ നന്നായി പ്രൊജക്റ്റ് ചെയ്തിരുന്നു. സമരനായിക എന്ന ലേബലൊക്കെ ചാർത്തിക്കൊടുത്തത് അവരാണ്. പക്ഷേ പിന്നീട് എപ്പോഴോ ആ വിഭാഗത്തിന് മൈലമ്മ അവരെക്കാൾ വളർന്നെങ്കിലോ എന്ന ഭീതിയുണ്ടായി. സമരം മൈലമ്മയിലേക്ക് ഒതുങ്ങുന്നതായി അവർ കരുതി. അങ്ങനെയാണ് മൈലമ്മയെ ഒതുക്കാൻ തുടങ്ങിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. സാരി വേണമെന്ന് മൈലമ്മ നേരിട്ട് ആവശ്യപ്പെട്ടത് അവർക്കിഷ്ടപ്പെട്ടില്ല. എല്ലാ കാര്യങ്ങളും അവരിലൂടെ നടക്കണമെന്ന് ഒരു കൂട്ടർ ആഗ്രഹിച്ചു. അങ്ങനെ ഇനിയുണ്ട് കേട്ടോ. നമുക്ക് ആ കഥ അവിടെ നിർത്താം. വലിയ ലേഖനമാണ്. ഇനി നമ്മളിലേക്ക് നോക്കാം. ഇത് ആദ്യമായിട്ടല്ലല്ലോ ഇത്തരൊരു കഥ നിങ്ങൾ കേൾക്കുന്നത്. ഒരു സമരത്തിൽ ജീവൻ കളഞ്ഞ് നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി മുൻനിരയിൽ വന്ന് പോരാടുന്ന ഒരു വ്യക്തിയെ അതുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞോ, അതല്ലെങ്കിൽ മനഃപൂർവ്വം തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ആരോപണം പറഞ്ഞോ ഒറ്റപ്പെടുത്തുക, അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാക്കുക, ഇതൊക്കെ കേൾക്കാനായിട്ടുള്ള അണികളായി രൂപാന്തരപ്പെടുന്ന കുറേ ആൾക്കാർ അനുഭവിച്ചിട്ടില്ലേ നിങ്ങൾ? അത് ചെറിയ രീതിയിലാകാം, സ്വന്തം കുടുംബത്തിലാവാം, നാട്ടിലാവാം. ഒറ്റ കാര്യം എനിക്ക് ഈ നേരത്തെ നിങ്ങളോട് ഓർമ്മിക്കാനുള്ളൂ. ആ അണിയിൽ ഒരാളുടെ പേര് അത് നമ്മുടേതാകാതിരിക്കട്ടെ. ഒരാളെക്കുറിച്ച് ആരോപണം പറയുമ്പോൾ അതിൻ്റെ ഒപ്പം ചേർന്ന് എനിക്കും തോന്നിയായിരുന്നു എന്ന് പറഞ്ഞ് ആവേശം പിടിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ആലോചിക്കുക, യഥാർത്ഥത്തിൽ ഇതെന്താണ്? യഥാർത്ഥത്തിലെ ഈ വേട്ടയാടൽ ഇത് അവരർഹിക്കുന്നുണ്ടോ? നമ്മൾക്ക് അതിനെന്തെങ്കിലും അർഹതയുണ്ടോ? ഇത് വല്ലാതെ നെഞ്ച് നോവിക്കുന്ന പുനർവായനയായിപ്പോയി. നമ്മളൊരിക്കലും അങ്ങനെ ഒരാളെയും ഒറ്റപ്പെടുത്തുന്ന ഒരു കോട്ടയുടെ കണ്ണിയാവില്ല എന്ന് ഉറപ്പിക്കാനും കൂടി ഈ പുനർവായന സഹായിക്കട്ടെ. ശുഭരാത്രി.